208 സീറ്റ് ബംഗാളിൽ. അതെ. അത് മറിച്ചു കൊടുത്തത് മനോജ് കുമാർ. ഇവിടെ വി ഡി സതീശന് 102 സീറ്റ്, അത് മറിച്ചു കൊടുത്തത് രത്തൻ ഖേൽക്കർ എന്ന് പറയേണ്ടി വരില്ലേ ലോജിക്കലി. CPM അവരുടെ തുരുപ്പ് ചീട്ടായ അക്രമം അത് ഓൾറെഡി പുറത്തെടുത്തു കഴിഞ്ഞു. അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? അവരുടെ ഉള്ളിലെ അസ്വാരസ്യങ്ങൾ മൂടി വയ്ക്കാനും വി ഡി സതീശനെ എംബറാസ് ചെയ്യാനും വേണ്ടിയിട്ട് അവർ എടുക്കുന്ന വഴി അക്രമത്തിൻ്റെ വഴിയാണ്. മുനമ്പം പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരെല്ലാം പരിഹരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നതല്ലാതെ പ്രധാന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനോ അതിന് പരിഹാരം തേടാനോ ആരും ശ്രമിച്ചില്ല. ബംഗാളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നതാണ് ശരികേട്. വാസ്തവത്തിൽ ബംഗാളുമായിട്ട് താരതമ്യമുണ്ട്. അതുപോലെ ബഹളം ഇവിടെയും നടന്നിട്ടുണ്ട്. ആകെ എന്താണെന്ന് വെച്ചാൽ ബംഗാളിന് വലിപ്പം കൂടുതലാണ്, വയലൻസ് കൂടുതലാണ്. ഇവിടെ വലിപ്പം കുറവാണ്, വയലൻസും കുറവാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് തിരുത്തുക എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അന്വേഷണ റിപ്പോർട്ട് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തിരുത്തിക്കുക, എങ്കിലേ നിങ്ങൾക്ക് ഒരു കേസ് അട്ടിമറിക്കാൻ പറ്റുള്ളൂ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. UDF 102 സീറ്റ് നേടി അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം ഉയർന്ന ചോദ്യം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. നീണ്ട ചർച്ചകൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു. ശക്തമായ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീരുമാനങ്ങൾ ഒന്നൊന്നായി എടുക്കാൻ തുടങ്ങിയപ്പോൾ പലയിടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായി പോലും, നമുക്ക് ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നു, അപ്രതീക്ഷിതമായി പോലും അദ്ദേഹത്തിന് എതിരെ ആരോപണങ്ങൾ ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. കരുതിക്കൂട്ടി ആക്രമിക്കുകയാണോ വി ഡി സതീശനെ? അദ്ദേഹത്തെ തളർത്താനുള്ള ഈ ശ്രമങ്ങൾ എത്ര കണ്ട് വിജയിക്കും? ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് സതീശൻ പ്ലാൻ ചെയ്യുക? പരിശോധിക്കാം നമുക്ക്. നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ, ഈ തിരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം വലിയ സംഘർഷമാണ് മുഖ്യമന്ത്രിയെ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉണ്ടായത്. വലിയ ചർച്ചകൾ, അതുപോലെ തന്നെ അനുനയ ശ്രമങ്ങൾ, അങ്ങനെ ഒട്ടേറെ നീക്കുപോക്കുകൾക്ക് ശേഷം വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതിന് ശേഷം അദ്ദേഹം ഒന്നിനു പുറകെ ഒന്നായി ഓരോ തരത്തിലുള്ള വിവാദ നീക്കങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറയാം, വിവാദ നീക്കങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ അദ്ദേഹം ദർശനത്തിന് പോയതുപോലും ഒരു വിഷയമാക്കിയിട്ടുണ്ട്. മുനമ്പത്തെ വിഷയമുണ്ട്. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ പോലും വിവാദമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള ഈ വിവാദ നീക്കങ്ങൾ ഒരു ആസൂത്രിത നീക്കമായി തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വെല്ലുവിളികളെ അങ്ങ് കാണുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. അതിൽ ഏറ്റവും വലുത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതെ. ബാക്കി ഈ ഓപ്റ്റിക്സിനെ ചൊല്ലിയുള്ള വഴക്കുകളാണ്, ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 10-12 ചാനലുകൾ, അവർക്ക് പല രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ. രാഷ്ട്രീയമല്ലാതെ വ്യക്തിപരമായി വി ഡി സതീശനോട് ഇഷ്ടമുള്ള ചാനലുകൾ, അത്ര ഇഷ്ടമില്ലാത്ത ചാനലുകൾ, ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ മാധ്യമലോകം. അതുകൂടാതെയാണ് പത്രങ്ങൾ. പത്രങ്ങളിപ്പോൾ അല്പം പുറകിലാണ്. കാരണം അടുത്ത ദിവസം രാവിലെയല്ലേ പത്രം വരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ സംഭവങ്ങൾ മാറി മറിഞ്ഞിരിക്കും. അതെ. അതുകൊണ്ട് പത്രങ്ങൾ പിൻനിരയിലാണ്, ചാനലുകളാണ് മുൻനിരയിൽ. വി ഡി സതീശൻ പിണറായി വിജയനിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഈ മന്ത്രിസഭ തീരുമാനങ്ങൾ ബ്രീഫ് ചെയ്യാൻ തീരുമാനിച്ചു. അത് നടപ്പിലാക്കി. ഓരോ മന്ത്രിസഭ കഴിയുമ്പോഴും അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നു. പിണറായി വിജയൻ ആ പ്രാക്ടീസ് നിർത്തിയിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ആ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിണറായി വിജയൻ വന്നപ്പോൾ അത് നിർത്തി. അത് നിർത്താൻ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് എംബറാസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടാവും. അത് അഭിമുഖീകരിക്കാൻ പിണറായി തയ്യാറല്ല. അതുകൊണ്ട് അദ്ദേഹം ആ ബ്രീഫിങ് തന്നെ അങ്ങ് നിർത്തിക്കളഞ്ഞു. അതിനെ ചൊല്ലി പരാതിയും വിവരാവകാശവും ഒക്കെ ഉണ്ടായെങ്കിലും ഒന്നും ഫലിച്ചില്ല. ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോഴും എന്തോ പെൻഡിങ് ആണ്, അത്രേ ഉള്ളൂ. ബട്ട് വി ഡി സതീശൻ
കുറെ കൂടെ മീഡിയ ഫ്രണ്ട്ലി ആയിട്ട് ഭരിക്കാൻ തുടങ്ങി. അതേ തുടർന്ന് വി ഡി സതീശൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളോടായിരിക്കും ആദ്യം പറയുന്നത് എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം എന്തുണ്ടെങ്കിലും പറയുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ പറയാൻ ഉദ്ദേശിച്ചതെല്ലാം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് ബ്രീഫിംഗ് ഉണ്ട്. വഴിയിൽ നിൽക്കുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, എവിടെയൊക്കെ മാധ്യമങ്ങളെ കണ്ടോ അവിടെയെല്ലാം വി ഡി സതീശൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ ടാർഗറ്റ് ചെയ്യപ്പെടും. ഇത്രയും താല്പര്യങ്ങൾ കിടന്ന് കളിക്കുന്നൊരു ഫീൽഡല്ലേ, തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്യപ്പെടും. അതിൽ പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിലൊരു വിക്റ്റിം കാർഡ് കളിക്കേണ്ട കാര്യവുമില്ല. ചില കാര്യങ്ങളൊക്കെ ജെന്യുവനാണ്, ചില ചോദ്യങ്ങൾ ജെന്യുവനാണ്. ഇപ്പോൾ മുനമ്പത്തിൻ്റെ കാര്യമെടുക്കുക. അതെ. മുനമ്പം പ്രശ്നം ആദ്യം LDF ഒന്ന് പരിഹരിച്ചു. അത് കഴിഞ്ഞിട്ട് വഖഫ് ആക്ട് ഭേദഗതി കൊണ്ടുവന്നിട്ട് BJP പരിഹരിച്ചു. കിരൺ റിജിജു എന്ന കേന്ദ്രമന്ത്രി മുനമ്പത്ത് വരെ വന്നു, എല്ലാം പരിഹരിച്ചു, തിരിച്ചുപോയി. അത് പോരാ എന്ന് തോന്നിട്ട് മൂന്നാമത് ഹൈബീഡിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാർ മുനമ്പം പ്രശ്നം വീണ്ടും എടുത്തിട്ടൊന്ന് പരിഹരിച്ചു, നന്നായിട്ട് പരിഹരിച്ചു. സഭയുമൊക്കെ കൂടെ കൂടി അങ്ങനെ പരിഹരിച്ച ഒരു സംഭവമാണ് മുനമ്പം. ഇനിയിപ്പോൾ സതീശൻ എന്താണ് പരിഹരിക്കാൻ പോകുന്നത്? പ്രശ്നം എന്താ? അതാർക്കും മനസ്സിലാവുന്നില്ല. വാസ്തവത്തിൽ മുനമ്പം പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരെല്ലാം പരിഹരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നതല്ലാതെ പ്രധാന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനോ അതിന് പരിഹാരം തേടാനോ ആരും ശ്രമിച്ചില്ല. അതിനിടയിലാണ് വി ഡി സതീശൻ ഒരാവേശത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രശ്നം തീർക്കും എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ വി ഡി സതീശൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കും എന്ന് പറയുമ്പോൾ ഈ കേസ് വഖഫ് ട്രിബ്യൂണലിന് മുമ്പിൽ കിടക്കുന്നു, ഒരനുബന്ധ കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നു. ഇങ്ങനെ 2 ഫോറത്തിന് മുമ്പിലുള്ള കേസിൽ 10 മിനിറ്റിനകം ഞാൻ പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുന്നത് അതിശയോക്തിയല്ലേ? നമുക്ക് അത് മനസ്സിലാക്കാം. സംസാരിച്ച് വരുമ്പോൾ നമ്മളൊക്കെ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. അതിനർത്ഥം 1 സെക്കൻഡൊന്നും അല്ല, 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ, പക്ഷേ 1 സെക്കൻഡ് എന്ന് നമ്മൾ പറയും. ആ അർത്ഥത്തിൽ വി ഡി സതീശൻ്റെ 10 മിനിറ്റിനെയും എടുത്താൽ മതി. ഞാൻ ആ 10 മിനിറ്റ് വെച്ചിട്ട് വി ഡി സതീശനെ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല, ഒരിക്കലുമല്ല. അതൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു പോകുന്നതാണ്. നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നം ഇതാണ് വി ഡി സതീശൻ ആ 10 മിനിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ 10 മിനിറ്റ് വിടാം, നിസ്സാരമുള്ളതും വിടാം. സാരമായിട്ട് ബുദ്ധിമുട്ടിയാൽ മാത്രം പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് മുനമ്പം പ്രശ്നം. അതിന് 10 മണിക്കൂറോ 10 ദിവസമോ അദ്ദേഹം എടുക്കട്ടെ. എന്താ അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നുള്ളത് വ്യക്തമാക്കണം. അതിപ്പോഴും സതീശൻ വ്യക്തമാക്കിയില്ല. അതിനിടയ്ക്കാണ് വീണ് കിട്ടിയ ഭാഗ്യം എന്നതുപോലെ ഈ വഖഫ് ബോർഡ് ഈ സ്ഥലം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ആ രജിസ്ട്രേഷനെ 8ൻ്റെ പണി എന്നാണ് സതീശൻ വിശേഷിപ്പിച്ചത്. വാസ്തവത്തിൽ ആ രജിസ്ട്രേഷൻ നടന്നപ്പോൾ സതീശന് വലിയ ആശ്വാസമായി, കാരണം പറഞ്ഞു നിൽക്കാൻ ഒരു പോയിൻ്റായി. വാസ്തവത്തിൽ മുനമ്പം പ്രശ്നത്തിൻ്റെ പരിഹാരവും ഈ ഉമീദ് പോർട്ടലിലെ രജിസ്ട്രേഷനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. 1,00,000 ചില്ലുവാനുമാണ് UPയിൽ വഖഫ് ബോർഡുകാർ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ 31,000 ചില്ലുവാനം യോഗി സർക്കാർ എടുത്ത് കളയിച്ചു. അപ്പോൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ എടുത്ത് കളയുക ഒരു ഫോർമാലിറ്റി മാത്രമാണ്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വി ഡി സതീശൻ അതെടുത്തിട്ട് ഒരു മറയായിട്ട്, കണ്ടോ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പോയി, പക്ഷേ പുറകിൽ നിന്ന് കുത്തിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അദ്ദേഹം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയണ്ടേ തുറന്ന്? അത് അദ്ദേഹം പറയുന്നില്ല. കാരണം മുനമ്പം പ്രശ്നം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ലെങ്കിൽ അത് പണ്ടേ പരിഹരിച്ച് പോകുമായിരുന്നു. ആർക്കും ഒരു പ്രശ്നം നീട്ടിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ചും
മുനമ്പത്ത് താമസിക്കുന്നവർക്ക്. കറക്റ്റ്. അപ്പോൾ അവർ എല്ലാവിധ മാർഗങ്ങളും നോക്കിയിട്ട് പറ്റാതെ കോടതി കയറി ഇറങ്ങി അങ്ങനെ നീണ്ടുപോകുന്നൊരു പ്രശ്നമാണത്. നിസ്സാരമായിട്ട് പരിഹരിക്കും എന്ന് സതീശൻ പറയുന്നത് ശരിയല്ല. നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. ഇനി അഥവാ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നേക്കാൾ കൂടുതൽ വിവരം അക്കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട്, മുഖ്യമന്ത്രിയാണല്ലോ. പറ്റുമെങ്കിൽ ആ കാര്യം എന്താണെന്ന് ജനങ്ങളോട് പറയണം. 10 മിനിറ്റ് കൊണ്ട് ഞാൻ പരിഹരിക്കുമായിരുന്നു, ഈ ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനാണ് തടസ്സം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാം. ബട്ട് അതൊട്ട് പറയുന്നുമില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആളുകൾ ടാർഗറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി വിസിബിളാണ്, അതുകൊണ്ട് ടാർഗറ്റ് ചെയ്യും. മുഖ്യമന്ത്രി വിസിബിൾ അല്ലെങ്കിൽ വിസിബിൾ അല്ലാത്തതിന് ആയിട്ട് അദ്ദേഹത്തെ ആദ്യം ആക്രമിക്കും, പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ വിമർശിക്കും. ഇതൊക്കെ ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമാണ്. മീഡിയയുടെ വിമർശനം, നാട്ടുകാരുടെ വിമർശനം, ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ വേണം ഭരണകൂടം മുന്നോട്ട് പോകാൻ. ഓക്കെ. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചില കോണുകളിൽ നിന്ന് സംശയം ഉയരുന്നത് അദ്ദേഹം ഈ പ്രശ്നം അങ്ങനെ ഇപ്പോൾ അങ്ങ് പരിഹരിക്കേണ്ടതില്ല. വഖഫ് ബോർഡ് അടുത്ത സർക്കാർ അധികാരമേൽക്കും മുൻപ് നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ബോർഡ് ഇത് ഉമ്മീദ് പോർട്ടലിൽ ഒക്കെ രജിസ്റ്റർ ചെയ്ത് അങ്ങ് പോയി. പ്രശ്നം വേഗത്തിൽ പരിഹരിക്കരുത്, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇങ്ങനൊരു വിമർശനം ഉയരുന്നുണ്ട്. അതായത് വി ഡി സതീശൻ ഇങ്ങനെ പ്രശ്നങ്ങൾ വേഗത്തിൽ സോൾവ് ചെയ്ത് അങ്ങനെ സൽപ്പേരുണ്ടാക്കേണ്ട എന്ന ആ ഒരു ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. കാരണം ഒരുപാട് വെസ്റ്റേൺ ഇൻട്രസ്റ്റ്, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, ഇതെല്ലാം മുനമ്പം പ്രശ്നത്തിലുണ്ട്. മുനമ്പത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഭൂമി ക്രയവിക്രയ സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടു കൂടി കിട്ടണം. വഖഫ് സംരക്ഷണ സമിതിക്ക് അവരെ അവിടുന്ന് കുടിയിറക്കി ആ ഭൂമി വഖഫിൻ്റെ കൈവശമാക്കണം. ഇതാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ ഭൂമി ഒരുപാട് നഷ്ടപ്പെട്ടു എന്ന പരാതി അവർക്ക് പണ്ടേ ഉണ്ട്. ഒരു 10 വർഷം മുമ്പ് ഞാൻ എറണാകുളത്തെ വഖഫിൻ്റെ ഓഫീസിൽ പോയിരുന്നു. ഒരു കേസിലെ നോട്ടീസ് സെർവ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെ ഉള്ളവരുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കേരളത്തിൽ ഒരു 2 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് സ്വത്ത് കാണാനില്ല, അത് ആരൊക്കെയോ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 ലക്ഷം ഏക്കർ ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അവർ പറഞ്ഞു, പറ്റില്ല, ഞങ്ങളതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതൊരു 10 വർഷം മുമ്പാണ് കേട്ടോ. പക്ഷേ അവർ ആ വർക്ക് തുടർന്നുകൊണ്ടിരുന്നു. വഖഫ് സംരക്ഷണ സമിതി ഉണ്ടായി. അവർ ഈ ഭൂമികൾ കുറേയധികം കണ്ടെത്തി. അവരത് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അച്യുതാനന്ദൻ സർക്കാർ ഒരു നിസാർ കമ്മീഷനെ വെച്ചു. ആ നിസാർ കമ്മീഷൻ ദീർഘമായ റിപ്പോർട്ട് കൊടുത്തു. വഖഫ് ബോർഡിൻ്റെ തിരിമറികൾ കുറേയധികം ആ കമ്മീഷനിൽ പുറത്തു കൊണ്ടുവന്നു. കാരണം ഈ വഖഫ് ഭൂമി മറ്റുള്ളവർ തട്ടിയെടുക്കുന്നു എന്നാണ് സാധാരണ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. വഖഫ് ഭൂമി വഖഫിൽ തന്നെയുള്ള ആൾക്കാർ സ്വകാര്യ ഭൂമിയായിട്ട് മാറ്റുക, ആ സ്വത്ത് തട്ടിയെടുക്കുക, ഇങ്ങനത്തെ ക്രമക്കേടുകൾ ഒരുപാടുണ്ട് വഖഫ് ബോർഡിൽ. ഇതെല്ലാം പരാതിയായിട്ട് വഖഫ് സംരക്ഷണ സമിതി ഉന്നയിച്ചു. നിസാർ കമ്മീഷൻ കുറേയധികം ഇവരുടെ പരാതികൾ ശരിവയ്ക്കുകയും ചെയ്തു. അതിലാണ് നിസാർ കമ്മീഷനാണ് പറയുന്നത്, ഈ വഖഫ് ഭൂമി ഇതുവരെ വഖഫായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഏത് മുനമ്പത്തെ ഭൂമി. അവിടുന്ന് പിന്നെയും പ്രശ്നത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നു. ഇതാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരോട് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല മുനമ്പംകാരോട്. അവർക്ക് ആ ഭൂമി വേണം, അതാണ് ആവശ്യം. ഇത് നെഗോഷിയേറ്റ് ചെയ്ത് ഈ പ്രശ്നം, ഒരാളിന് താമസിക്കാൻ സർവതന്ത്ര സ്വാതന്ത്ര്യം വേണം, മറ്റേ ആളിന് ആ ഭൂമി വേണം. രണ്ടും പല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാവുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് തന്നെ. ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തുക, അഥവാ വഖഫ് സംരക്ഷണ സമിതി തങ്ങളുടെ അവകാശം സറണ്ടർ ചെയ്യുക. ഇത്രയും കാലം താമസിച്ച ആൾക്കാർ, അവർ ഫറൂഖ് കോളേജിന് കാശ് കൊടുത്താണ് അവർ വാങ്ങിച്ചത്, അവരെ ഇറക്കി വിടാൻ പറ്റില്ല. വലിയ മഹാഭാവമാണത്. കാരണം അവർ ലെജിറ്റിമേറ്റ് ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം പിന്നീട് ഫറൂഖ് കോളേജും വഖഫ് സംരക്ഷണ സമിതിയുമായിട്ട് മാറുന്നു. അത് വേറൊരു തലത്തിലേക്ക് പോകും. അത് പറഞ്ഞ് ഒതുക്കണം.
ഇതൊക്കെ ഇതിൽ ചെയ്യേണ്ട ജോലികളാണ്. ഇത് മുഖ്യമന്ത്രി 10 മിനിറ്റിനകം ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. കാരണം എത്ര താല്പര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു. ലെജിറ്റിമേറ്റ് ആയുള്ള താല്പര്യങ്ങൾ. ഇനി ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് ഈ വസ്തുവിൽ കണ്ണുവെച്ച ആൾക്കാരുണ്ട്. ഇപ്പം മുനമ്പത്ത് ഈ താമസിക്കുന്ന ആൾക്കാരുടെ വസ്തുവിന് ഒരു സെൻറ്റിന് എത്ര രൂപയാണെന്നറിയാമോ? 10 മുതൽ 16 ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന്. ഓക്കെ. അപ്പോൾ വെറുതെ ഒരു സുനാമി വന്നാൽ പോകുന്ന പ്രദേശം, അത്രയ്ക്ക് റിസ്ക് ഉള്ള പ്രദേശമാണത്. എന്നിട്ട് പോലും 10 മുതൽ 16 ലക്ഷം വരെ വിലയുണ്ട് ഇപ്പോൾ ആ ഭൂമിക്ക്. ആരെങ്കിലും അത് വിട്ടുകൊടുക്കുമോ? താമസിക്കുന്നവർ വിട്ടുകൊടുക്കുമോ? വഖഫ് സംരക്ഷണ സമിതി വിട്ടുകൊടുക്കുമോ? ഫറൂഖ് കോളേജ് വിട്ടുകൊടുക്കുമോ? ഇറ്റ് ഈസ് നോട്ട് വെരി സിമ്പിൾ. ഇപ്പം ഈ നമ്മുടെ ഉന്നതിയിലെ കുടിയിറക്കുണ്ടല്ലോ ലിയോ, അതെ ശ്രദ്ധിച്ചിരുന്നോ? അതെ 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 അതെ. ആ, അത് ഇതുപോലത്തെ ഒരു ഊരാക്കുടുക്കാണ്. ഈ ഒരു ശങ്കരൻ നായരുടെ പറമ്പിലാണ്, 2.25 ഏക്കർ പറമ്പിലാണ് ഈ ഉന്നതി പട്ടികവർഗക്കാർ താമസിക്കുന്നത്. അത് അവരുടെ ഭൂമിയാണെന്ന് അവർ, അല്ല ശങ്കരൻ നായരുടെ ആണെന്ന് അയാൾ. ശങ്കരൻ നായർ മരിച്ചുപോയി, അങ്ങേരുടെ മക്കൾ, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത തലമുറ, ഇവരൊക്കെ കേസ് നടത്തിക്കൊണ്ടിരുന്നു. ഉന്നതിയിലെ ആൾക്കാരും മരിച്ചു, അവരുടെ അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ ഇപ്പോൾ താമസിക്കുന്നു. സിവിൽ കേസാണല്ലോ. സുപ്രീം കോടതി വരെ പോയി, ഇവർ തോറ്റു, ശങ്കരൻ നായരുടെ പിന്മുറക്കാർ ജയിച്ചു. അപ്പം ഇനിയിപ്പോൾ വിധി നടത്തി കൊടുക്കണ്ടേ? കൊടുക്കണം. വിധി നടത്തുക എന്ന് പറഞ്ഞാൽ ഈ 2.25 ഏക്കറിൽ നിന്ന് ഇത്രയും കുടുംബങ്ങളെ ആദ്യം ഒരുപക്ഷെ 1-2 കുടുംബങ്ങളായിരിക്കണം ഈ കേസ് തുടങ്ങുമ്പോൾ. ഇപ്പോൾ കുടുംബങ്ങൾ പെറ്റുപെരുകി അടുത്ത് മാറി താമസിച്ച് വലുതായി. അതെ. ഇവരെ എന്ത് ചെയ്യും? ഇറക്കി വിട്ടാൽ അവരെവിടെ പോകും? എന്നാൽ ഇതിൻ്റെ ഒറിജിനൽ അവകാശികളായ ശങ്കരൻ നായരുടെ തലമുറയിൽപ്പെട്ടവർക്ക് അവരുടെ ഭൂമി കൊടുക്കണ്ടേ? സുപ്രീം കോടതി വരെ അവർ ഫൈറ്റ് ചെയ്തല്ലേ. അവർക്ക് ഭൂമി കൊടുക്കുകയും വേണം, ഇവരെ ഇറക്കാനും പറ്റില്ല. എന്തൊരു ഊരാ കൊടുക്കുകയാണെന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഈ 14 തവണ പോലീസ് പോയി നടന്നില്ല എന്നൊക്കെ പറയുന്നത്. അന്ന് ഇരുന്നത് LDF സർക്കാരാണ്. LDF സർക്കാരിനും അറിയില്ല ഇതെങ്ങനെ പരിഹരിക്കും എന്ന്. ഇപ്പം UDF സർക്കാർ വന്നിരിക്കുന്നു. LDF സർക്കാർ ആ തുറുപ്പ് ചീട്ടെടുത്തിരിക്കുന്നു. ഞാൻ കുടിയിറക്കന് സമ്മതിക്കില്ല. വളരെ ശക്തമായ സമരവുമായിട്ടാണ് വന്നിരിക്കുന്നത്, നേതാക്കളും പ്രവർത്തകരും അടക്കം. അതെ, അതെ. മിനിഞ്ഞാന്ന് വരെ അവർ സോൾവ് ചെയ്തായിട്ടിരുന്ന പ്രശ്നം ഇപ്പോൾ ഇപ്പുറത്തെ വാദി പ്രതിയായി, ഇപ്പോൾ അവർ സമരത്തിലായി. വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മളുടെ ഓർത്തഡോക്സ് യാക്കോബായ ആ പ്രശ്നം ഉണ്ടായല്ലോ. അതെ. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. 2 റൗണ്ട് ലിറ്റിഗേഷൻ അപ് ടു സുപ്രീം കോർട്ട് നടന്ന കേസാണത്. ഓർത്തഡോക്സ് സഭ ജയിച്ചു, യാക്കോബായ സഭ തോറ്റു. ഞാൻ അവരുടെ വക്കീലിനോട് സംസാരിച്ചിരുന്നു. അങ്ങേര് ഉപയോഗിച്ച വാക്ക് ദേ വൺ ഹാൻഡ്സ് ഡൗൺ എന്നാണ് ഓർത്തഡോക്സ് സഭയെ പറ്റി. പരിച്ഛേദം ഞങ്ങൾ തോറ്റു, അവർ ജയിച്ചു. ഇതാണ് യാക്കോബായക്കാരുടെ വക്കീൽ പറഞ്ഞത്. ബട്ട് പ്രശ്നം എന്താ, ഈ പള്ളികൾ വിട്ടുകൊടുക്കാമെന്ന് നിസ്സാര സംഗതിയാണോ? എത്ര കാലമെടുത്തു? ഇപ്പോഴും തീർന്നിട്ടില്ല. അത് ശരിയാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല. എത്ര കാലം മുമ്പ് വന്ന സുപ്രീം കോടതി വിധിയാണ്. സ്ത്രീകൾ കൂടി നിൽക്കുന്നു, 3-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. എന്ത് ചെയ്യും? പള്ളി വിട്ടുതരാൻ അവർ തയ്യാറല്ല. പള്ളികൾ പൂട്ടിയിടുന്നു, ജില്ലാ കളക്ടർ ഇടപെടുന്നു. അങ്ങനെ നീണ്ടു പോയിട്ട് കുറേയധികം പള്ളികൾ കൊടുത്തു, ഇനിയും കൊടുക്കാനുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇതുപോലെയാണ് ഈ ഉന്നതി കേസ്. ഇതിലൊക്കെ ഈ അമിതാവേശം കയറിയിട്ട് ഞാൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കും, 15 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്നൊന്നും പറയരുത്. അങ്ങനെ തീർക്കാൻ പറ്റില്ല. തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ മറ്റുള്ളവർ തീർക്കുമായിരുന്നു. ആർക്കും പ്രശ്നം നീട്ടിക്കൊണ്ടു പോകണമെന്ന് അങ്ങനെ ആഗ്രഹമൊന്നും ഉള്ളവരല്ല. അപ്പോൾ ഇതൊക്കെ സതീശന് നേർക്കുള്ള ആക്രമണമാണ് എന്ന് വിചാരിക്കരുത്. ഒരു സർക്കാരിന് ഇത്തരം ആക്രമണങ്ങളെ നേരിടേണ്ടി വരും. അത് പക്വതയോടെ നേരിട്ടേ പറ്റൂ. ഈ ഗൂഢാലോചനയാണ് സതീശനെതിരെ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഈ മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനിടയ്ക്കുണ്ടായ പ്രശ്നങ്ങളുടെ ഹാങ് ഓവർ എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും ഇവൻ പാരവയ്ക്കുമോ അവൻ പാരവയ്ക്കുമോ എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ പാരവെച്ചു എന്നും വരും. ഇതിനൊക്കെ തയ്യാറായിരിക്കണം ഒരു മുഖ്യമന്ത്രി. പക്ഷേ കുറേയേറെ കാര്യങ്ങളിൽ ഇപ്പോൾ രത്തൻ കേൽക്കറുടെ നിയമനവും വലിയ വിവാദമായിട്ടുണ്ട്. എല്ലാവരും അതിനെതിരെ രംഗത്ത് വരികയാണ്.
ഈ പക്ഷേ വി ഡി സതീശൻ ചോദിക്കുന്നു, ഈ രത്തൻ കേൽക്കർ ആണോ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് 102 സീറ്റ് നൽകിയത് എന്ന ചോദ്യം അദ്ദേഹം തിരികെയും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ മറ്റ് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ ഇത്തരത്തിൽ കിട്ടുന്ന ഒരു അവസരവും വിട്ടുകളയാറില്ല. അവർ നന്നായിട്ട് അങ്ങ് ആക്രമണം നടത്തുകയാണ്. അല്ല, അത് ജെനുവൻലി ആക്രമണം ശരിയല്ലേ ലിയോ? ആലോചിച്ച് നോക്ക്. ഈ പശ്ചിമ ബംഗാളിൽ അങ്ങരുടെ പേരെന്താ, മനോജ് കുമാർ. അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷനായിരുന്നു, അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആക്കി. ഒരു IAS-കാരൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനായിട്ട് പ്രവർത്തിക്കുന്നു. ഇലക്ഷൻ കഴിയുമ്പോൾ അങ്ങേരെ പിരിച്ചുവിടാൻ പറ്റുമോ ജോലിയിൽ നിന്ന്? അങ്ങേരെ ചീഫ് സെക്രട്ടറി ആക്കി. ആ മനുഷ്യൻ എഫിഷ്യൻ്റാണ്. നിങ്ങളുടെ വോട്ടർ പട്ടിക അത് ഇത് നിങ്ങളുടെ പ്രശ്നം വേറെ. ഉം. ഈസ് ആൻ എഫിഷ്യൻ്റ് മാൻ. അതെ. സുബ്രതോ ഗുപ്ത എന്ന് പറഞ്ഞിട്ടൊരു റിട്ടയർഡ് IAS-കാരൻ. അങ്ങേര് ബംഗാൾ മുഖ്യമന്ത്രിയുടെ സുവേന്ദു അധികാരിയുടെ അഡ്വൈസറായിട്ട് വെച്ചു. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ ജോലിക്ക് വലിയ പ്രതിഫലം എന്നാണ്. വോട്ട് ചോരി മാറ്റിയിട്ട് സീറ്റ് ചോരിയാണ് നടക്കുന്നതെന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. നേരത്തെയൊക്കെ വോട്ടാണ് മോഷ്ടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ സീറ്റ് മോഷ്ടിക്കുന്നു. അപ്പം അങ്ങനെ സീറ്റ് മോഷ്ടിച്ച ആളാണ് ഈ മനോജ് കുമാർ എന്നാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ രത്തൻ ഖേൽക്കർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനായിരുന്നു. അദ്ദേഹത്തെ സെക്രട്ടറി ആക്കി വെച്ചത് എന്തിന് എന്ന് BJP ചോദിക്കുമല്ലോ. അതെ. എത്ര സീറ്റ് മറിച്ചതിനാണ്? അവിടെ BJPക്ക് 208 സീറ്റ് ബംഗാളിൽ. അതെ. അത് മറിച്ചു കൊടുത്തത് മനോജ് കുമാർ. ഇവിടെ VD സതീശന് 102 സീറ്റ്. അത് മറിച്ചു കൊടുത്തത് രത്തൻ ഖേൽക്കർ എന്ന് പറയേണ്ടി വരില്ലേ ലോജിക്കലി? അയാൾ വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് മറിച്ചില്ല എന്ന് പറയുന്നു. അല്ല, ഇവിടെ പ്രശ്നമില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പ്രശ്നമുണ്ട്. 9 ലക്ഷം വോട്ടർമാരെ ഇവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ബംഗാളിലെ വോട്ടർ പട്ടികയിലെ പെർസെൻറ്റേജ് ഓഫ് റിമൂവൽ, എത്ര ശതമാനം ആൾക്കാരെ മാറ്റി എന്ന് നോക്കുക. അതിൽ കൂടുതൽ ശതമാനം ആൾക്കാരെ കേരളത്തിൽ മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ വോട്ടർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് 8 ലക്ഷം 9 ലക്ഷമൊക്കെ, അവിടെ 60 ലക്ഷം 42 ലക്ഷം 32 ലക്ഷത്തിൻ്റെയൊക്കെ വഴക്ക് നടക്കുന്നു. കാരണം അവിടെ വോട്ടർമാർ 6.5 കോടിയോ 7 കോടിയോ 8 കോടിയോ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെക്കാൾ വളരെ വലിയ സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെയും വഴക്കുണ്ടായി. SIR ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ പോയി SIR ക്യാൻസൽ ചെയ്യാനായിട്ട് പോയതാണ്. അതെ. കൂടെ കോൺഗ്രസ് പോകാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോൺഗ്രസും LDF UDF തമ്മിലാണ് യുദ്ധം. അപ്പോൾ LDFിൻ്റെ കൂടെ UDFും ചേർന്നൊരു കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ മറ്റ് രീതിയിൽ കോൺഗ്രസ് ആ കേസിൽ SIR കേസിൽ ഉണ്ടായിരുന്നു. അഭിഷേക് മനു സിംഗ്വി വക്കീലായിട്ട് വാദിച്ചിരുന്നു. ഏറ്റവും ധീരമായിട്ട് വാദിച്ചത് മമതാ ബാനർജിയായിരുന്നു. അപ്പോൾ ആ കേസുണ്ടായി. 9 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റിയപ്പോൾ ഇവർ ബഹളം വെച്ചിരുന്നു, ഈ VD സതീശനും രമേശ് ചെന്നിത്തലയല്ല. എങ്ങനെയാണ് 9 ലക്ഷം പേരെ മാറ്റിയതെന്ന്. ഇതേ രത്തൻ ഖേൽക്കർ ഇവരെ വിളിച്ച് കൺവിൻസ് ചെയ്തു, ഇങ്ങനെയാണ് മാറ്റിയിരിക്കുന്നതെന്ന്. അതിനുശേഷം സ്ട്രോങ് റൂം തുറന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ചത് ആരാ? കോൺഗ്രസ്സുകാരല്ലേ. രത്തൻ ഖേൽക്കർ അതിന് വിശദീകരണം കൊടുത്തു. ഇവരെയൊക്കെ അറിയിച്ചുകൊണ്ടാണ് സ്ട്രോങ് റൂം തുറന്നത്, ഇമെയിൽ കൊടുത്തത്, അത് എല്ലാം അങ്ങനെ വിശദമായിട്ട് പറഞ്ഞു. പിന്നെയും ഒരു വിവാദം കൂടെ ഉണ്ടായി. പോസ്റ്റൽ വോട്ട് തിട്ടപ്പെടുത്തിയില്ല. വെബ്സൈറ്റിൽ ഇതുവരെ വോട്ടിങ്ങിൻ്റെ ഫൈനൽ ഫിഗർ വന്നിട്ടില്ല. രത്തൻ ഖേൽക്കർ TV-ക്കാരെ വിളിച്ചിട്ട് അവരോട് ശാന്തമായിട്ട് പറഞ്ഞു, ഫൈനൽ ഫിഗർ വോട്ട് എണ്ണുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. അതിനു മുമ്പുള്ളതെല്ലാം ടെൻറ്റേറ്റീവ് എന്നേ ഞങ്ങൾ പറയുള്ളൂ. കാരണം ഈ റെക്കോർഡിലൊക്കെ ഇത്രയും വോട്ട് പോൾ ചെയ്തതായിട്ടുണ്ട്. EVM മെഷീനിൽ അത്രയും തന്നെ വോട്ടുണ്ടോ നമുക്കറിയില്ല. അത് എണ്ണുമ്പോഴാണ് ആ യന്ത്രത്തിൽ നിന്ന് കിട്ടുന്ന ഫിഗറാണ് ഫൈനൽ ഫിഗർ. കറക്റ്റ്. ഇത് രത്തൻ ഖേൽക്കർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പക്ഷേ ഈ ഇഷ്യൂ റേസ് ചെയ്ത ആരാ? കോൺഗ്രസ്സുകാരാണ്. ആ രത്തൻ ഖേൽക്കർ അൺബ്ലെമിഷ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് കോൺഗ്രസ്സുകാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല. BJP ഇദ്ദേഹത്തിനെതിരെ ഒരാരോപണവും ഉന്നയിച്ചിരുന്നുമില്ല. അപ്പോൾ ബംഗാളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നതാണ് ശരികേട്. വാസ്തവത്തിൽ ബംഗാളുമായിട്ട് താരതമ്യമുണ്ട്. അതുപോലെ ബഹളം ഇവിടെയും നടന്നിട്ടുണ്ട്.
ആകെ എന്താണെന്ന് വെച്ചാൽ ബംഗാളിന് വലിപ്പം കൂടുതലാണ്, വയലൻസ് കൂടുതലാണ്. ഇവിടെ വലിപ്പം കുറവാണ്, വയലൻസും കുറവാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ബട്ട് മനോജ് കുമാർ എന്തൊക്കെ ചെയ്തുവെന്ന് മമതാ ബാനർജി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ അതെല്ലാം രത്തൻ ഖേൽക്കറിൻ്റെ പേരിൽ ഇവിടെ കോൺഗ്രസും ഉന്നയിച്ചിരുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 102 സീറ്റ് കിട്ടിയപ്പോൾ രത്തൻ ഖേൽക്കർ പുണ്യവാളനായി. അതെ. അപ്പം അതെന്തുകൊണ്ട് എന്നുള്ള ബി ജെ പിയുടെ ചോദ്യം ന്യായമാണ്. സി പി എമ്മിൻ്റെ ചോദ്യവും ന്യായമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് ആദ്യം ആവശ്യപ്പെടുന്നു. പിന്നീട് അധികാരത്തിലെത്തിയാൽ അത് നടപ്പിലാക്കും എന്ന് വി ഡി സതീശൻ പറയുന്നു. ഇപ്പോൾ ശക്തമായി അത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയുമാണ്. അത്തരത്തിൽ കുറേയേറെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര അതില് ദർശനം ഈ നമ്മുടെ ആലപ്പുഴ സംഭവത്തിൽ ഒരു കൗതുകം കൂടെയുണ്ട്. അതെ. നമുക്കിപ്പോൾ കേരളത്തിൽ ഒരു എന്താ നേർച്ചക്കോഴിയുണ്ട്. എ ഡി ജി പി എം.ആർ. അജിത് കുമാർ. അതെ. ഒരു 2 മാസം കൂടുമ്പോൾ ആ മനുഷ്യനെ ബലി കൊടുക്കും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പി വി അൻവറാണ് അത് തുടങ്ങി വെച്ചത്. ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റാണ് ഇങ്ങേരുടെ കയ്യിൽ, ഇങ്ങേര് വീട് വയ്ക്കുന്നു കവടിയാറിലെന്നൊക്കെ പറഞ്ഞ് ചെണ്ടകുട്ടി വലിയ ബഹളമൊക്കെ വെച്ചു. അതിൻ്റെ ഫോട്ടോയൊക്കെ പുറത്തു വന്നു. അവസാനം അത് എങ്ങും എത്താതെ പോയി. കാരണം അതിൽ സബ്സ്റ്റൻസ് ഇല്ല, അതുകൊണ്ടാണല്ലോ അത് കേസ് നിൽക്കാതെ പോയത്. ഇത് കഴിഞ്ഞിട്ടാണ് RSS നേതാവ് ദത്താത്രേയ ഹൊസബലയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വലിയ ചെണ്ടകൊട്ടും ബഹളമായി. CPI ഒക്കെ ഇടപെട്ടിട്ട് വലിയ പ്രശ്നമാണ് CPM RSS ഡീല് തീർക്കുന്നത് ADGP അജിത് കുമാറല്ലേ. എന്തൊരു കഷ്ടമാണ്. ഇത് കഴിഞ്ഞിട്ട് പൂരം കലക്കി എന്ന് പറഞ്ഞിട്ട് മരണബഹളം. അതെ. ഇങ്ങനെ ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ ഈ M.R. അജിത് കുമാറിൻ്റെ പേരിൽ ഒരു ബഹളം നടക്കും. ഇപ്പം ഈ ആലപ്പുഴ ബഹളത്തിലും ഇദ്ദേഹത്തെ പിടിച്ചിട്ടിരിക്കുന്നു. ഇദ്ദേഹം റെക്കോർഡ് തിരുത്തി പുതിയ റിപ്പോർട്ടുണ്ടാക്കി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഒരു കേസ് അട്ടിമറിക്കണമെങ്കിൽ ലോവർ ലെവലിൽ നിന്ന് വേണ്ടേ അട്ടിമറിക്കാൻ? ആദ്യം പോലീസുകാർ എഴുതുന്ന FIR, റിപ്പോർട്ട്, സാക്ഷിമൊഴി, ഇത് അട്ടിമറിച്ചാലേ നിങ്ങൾക്ക് മൊത്തം കേസ് അട്ടിമറിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ADGPയുടെ അടുത്തെത്തി കഴിയുമ്പോൾ അവിടെ ഇട്ട് അട്ടിമറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും പേരുടെ മൊഴിയും റെക്കോർഡും ഒക്കെ ഇരിക്കുകയല്ലേ. എനിവേ, എനിക്കറിയില്ല, ഐ എം നോട്ട് ഹോൾഡിങ് എ ബ്രീഫ് ഫോർ അജിത് കുമാർ. പക്ഷേ ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട് കുറേ നാളായിട്ട്. ഒരു 2 മാസം കൂടുമ്പോൾ ഈ ഒരു മനുഷ്യനെ ചൊല്ലി വലിയ ബഹളം നടക്കും. ആർക്കോ ഏതോ തമ്പുരാനെയോ തമ്പുരാട്ടിയോ അദ്ദേഹം എവിടെയോ വെച്ച് ബഹുമാനിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പറയുന്നത് അദ്ദേഹം ഈ കേസ് ഡയറി തിരുത്തി എന്നാണ് പറയുന്നത്. താഴെ തട്ടിൽ നിന്ന് ലഭിച്ച അന്വേഷണ റിപ്പോർട്ട്, DYSP നൽകിയ റിപ്പോർട്ട്, SP നൽകിയ റിപ്പോർട്ട്, ഇതൊക്കെ തിരുത്തി അദ്ദേഹം ഗുരുതരമായ കൃത്യവിലോപം നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ശരി നടക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ അന്വേഷണ റിപ്പോർട്ട് തിരുത്തുക എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അന്വേഷണ റിപ്പോർട്ട് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തിരുത്തിക്കുക, എങ്കിലേ നിങ്ങൾക്ക് ഒരു കേസ് അട്ടിമറിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ല, അത് നിങ്ങളുടെ തലത്തിൽ ADGPയുടെ തലത്തിലോ DGPയുടെ തലത്തിലോ ഒരു കേസ് അട്ടിമറിക്കാൻ പറ്റില്ല. അവർ അത് ഒറിജിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുന്ന രീതിയിൽ എഴുതിക്കൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് തുടക്കം മുതൽ FIR ഇടുന്ന സ്ഥലം മുതൽ ഇടപെടണം, എങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇനിയിപ്പം ശരി, അന്വേഷണം നടക്കുകയല്ലേ, നടക്കട്ടെ. സർ, ഇത്തരത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. പലരും പറയുന്നത് ഈ മന്ത്രിസഭയിലെ ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് കടിഞ്ഞാണിടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. വരും നാളുകളും ദുഷ്കരമായിരിക്കും. അങ്ങ് തന്നെ ആ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും. ഈ വി ഡി സതീശൻ ഇനി അങ്ങോട്ട് ഏത് തരത്തിലുള്ള വെല്ലുവിളിയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് അങ്ങ് അനുമാനിക്കുന്നത്? അതിൻ്റെ ഒരെണ്ണം ഞാൻ പറയാം. CPM അവരുടെ തുരുപ്പ് ചീട്ടായ അക്രമം, അത് ഓൾറെഡി പുറത്തെടുത്തു കഴിഞ്ഞു. അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്, അവരുടെ ഉള്ളിലെ അസ്വാരസ്യങ്ങൾ മൂടി വയ്ക്കാനും വി ഡി സതീശനെ എംബറാസ് ചെയ്യാനും വേണ്ടിയിട്ട്
അവർ എടുക്കുന്ന വഴി അക്രമത്തിൻ്റെ വഴിയാണ്. അതാണ് തിരുവനന്തപുരത്ത് കണ്ടത്. ഓക്കെ. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെനറ്റിൽ SFI ജയിച്ചു, അതിൻ്റെ ആഹ്ലാദ പ്രകടനം ശരി, ഒരു ചെറിയ കാര്യമായിട്ട് തീരേണ്ടതാണത്. ആ ആഹ്ലാദ പ്രകടനത്തിൽ KSUക്കാർ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ബഹളം അത് ഇന്നലെ രാത്രി കുറേ നേരം നീണ്ടു. ഇന്ന് വീണ്ടും ബഹളം നടന്നു. ജലപീരങ്കി അത് ഇതൊക്കെ ആയിട്ട് അവർ പതുക്കെ മുറുക്കുകയാണ്. രാത്രി തന്നെ MV ജയരാജൻ സ്പോട്ടിലെത്തി. വെറുതെ ഒന്നുമല്ല, അതൊക്കെ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളാണ്. അപ്പോൾ അത് CPM എന്തായിരിക്കും ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ചെറിയൊരു ഝലക് അവർ ഇന്നലെ കാണിച്ചു കഴിഞ്ഞു. ദിസ് ഈസ് വാട്ട് ഈസ് ഇൻ സ്റ്റോർ ഫോർ ദ ചീഫ് മിനിസ്റ്റർ. നാടെങ്ങും ഇതുപോലത്തെ ഇതിൻ്റെ പേരിൽ നാടെങ്ങും വേണമെങ്കിൽ ആക്രമണം അഴിച്ചുവിടാൻ അവർക്ക് സാധിക്കും, നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ. ഓക്കെ. അപ്പോൾ അത് നേരത്തെയും CPM അവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ ഈ ആയുധം ഉപയോഗിച്ചിട്ടുണ്ട്. SFI, DYFI, CITU ഇതുപോലത്തെ അവരുടെ ഘടക പൂരങ്ങളെ എല്ലാം അവർ എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ സ്വന്തം പാർട്ടിയിൽ നിന്നും വലിയ വെല്ലുവിളി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത് ഉടനെ ഉണ്ടാവില്ല. അതൊക്കെ ഒരു നയത്തിലും തഞ്ചത്തിലും ഒക്കെ മെല്ലെ മെല്ലെ ഒരു 6 മാസത്തേക്ക് വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിലുള്ളവർ അടങ്ങിയിരിക്കും. ഇതൊക്കെ ചാൻസ് പോലെ ഇരിക്കും ലിയോ. ഓക്കെ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് 15 ദിവസത്തിനുള്ളിൽ തന്നെ ആണെങ്കിൽ പോലും ആൾക്കാർ ഉപയോഗിക്കും. പക്ഷേ അവസരം ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണെങ്കിൽ അതൊരു 6 മാസം കഴിഞ്ഞേ ആലോചിക്കുകയുള്ളൂ. ബട്ട് വീണ് കിട്ടിയ അവസരം ആരായാലും മുതലാക്കുന്ന സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും. അത് അങ്ങനൊരു അവസരം ശത്രുക്കൾക്ക് വീണ് കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചത്. എത്ര പേരാ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നു നോക്കിക്കേ. കറക്റ്റ്. ഏതായാലും VD സതീശൻ അധികാരം ഏൽക്കുന്നതിന് മുൻപ് തന്നെ കടുത്ത വെല്ലുവിളികളെ നേരിട്ടു, അധികാരമേറ്റു. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്തായിരിക്കുമെന്നുള്ളതിൻ്റെ സൂചന വ്യക്തമായി കഴിഞ്ഞു. അത് സൂചനയല്ല, നമുക്ക് കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അക്രമത്തിൻ്റെ പാതയിലേക്ക് അവർ പോകും, അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് മോഹൻദാസ് സർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്നും ഉടനൊന്നും തന്നെ വലിയ ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വരില്ല. അവർ ആ ഒരു തഞ്ചത്തിന് തക്കം നോക്കി കിട്ടുന്ന അവസരത്തിനുള്ള ഒരു ആക്രമണമായിരിക്കും അത്. അവസരങ്ങളുടെ കലയായ രാഷ്ട്രീയത്തിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു വിഭവമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും VD സതീശൻ ശക്തമായി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഒപ്പം തന്നെ ജനങ്ങൾക്ക് നല്ല ഭരണമാണ് വേണ്ടത്. അത് നൽകുവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്.